ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ വിഷയം വാട്ട് ഈസ് യുവർ മെസ്സേജ് ഫ്രം ഷാമൻസ്. ഷാമൻസ് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജസ് എന്താണ് എന്നുള്ളതാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അത് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് മെസ്സേജ് വഴി കോൺടാക്ട് ചെയ്യാം. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. സോ ഷൈമൻ മെസ്സേജ്. ഷൈമൻസ് എന്ന് പറഞ്ഞാൽ ലൈക്ക് മലയാളത്തിൽ വേണമെങ്കിൽ മന്ത്രവാദികൾ എന്നൊക്കെ പറയാം. അവരെ മരിച്ചുപോയ ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന, ആത്മാക്കളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു. അതേപോലെ ഒരു ഡിവിനേഷൻ, ഒക്കൾട്ട്, മിസ്റ്റിക് ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ആളുകളാണ് ഷേമൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ചെയ്യുന്ന ആളുകൾ. ഓക്കെ, എന്തായാലും ആദ്യം തന്നെ സ്ട്രോബെറി കോഡ്സ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ പൈൽ നമ്പർ 1, അതല്ലെങ്കിൽ ബ്ലാക്ക് ഒബ്സീഡിയൻ ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ പൈൽ നമ്പർ 2, ആൻഡ് ഗ്രീൻ ക്രിസ്റ്റൽ ആണ് ചൂസ് ചെയ്യുന്നത് എങ്കിൽ പൈൽ നമ്പർ 3. ഓക്കെ, ഇതിലേക്ക് നിങ്ങൾ ഇത് ചൂസ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. സോ പൈൽ നമ്പർ 1, കാർഡ് നമ്പർ 1 ആണ് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്കുള്ള ഷേമൻ മെസ്സേജസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾക്കുള്ള മെസ്സേജ് നിങ്ങളുടെ റിഫ്ലക്ഷൻ ആണ് വന്നിരിക്കുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു വ്യക്തി ഒരു വ്യക്തി, ഇത് സ്ത്രീയോ പുരുഷനോ എന്നുള്ളത് നമ്മൾ കാർഡ്സിൽ പറയില്ല. ഇറ്റ് ഈസ് എ സോൾ, ആൻ ഇൻഡിവിജ്വൽ. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത്, ഈ ഒരു കാർഡ് നിങ്ങളിലേക്ക് വഴി തെളിയിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു സമയമാണ് ഡീപ്പ് റിഫ്ലക്ഷൻ. നമ്മളെപ്പോഴും വെള്ളത്തിൽ നോക്കുമ്പോൾ എന്താണ് കാണുന്നത്? അതൊരു കണ്ണാടി പോലെയാണ്. നമ്മളുടെ മുഖം തന്നെ, അതിൻ്റെ തന്നെ ഒരു പ്രതിഫലനം നമുക്ക് അതിൽ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഇത് സൂചിപ്പിക്കുന്നത് എന്ന് പറയുന്നത്, നമ്മളെ തന്നെ, ഈ ഒരു സമയം എന്ന് പറയുന്നത് നമ്മളുടെ തന്നെ ആ ഒരു പ്രതിഫലനം കാണേണ്ടുന്ന സമയം. അതായത് നമ്മുടെ ഉള്ളിൽ തന്നെ പോവുക, നമ്മുടെ ഇന്നർ വിസ്റ്റം, നമ്മുടെ ഉള്ളിലുള്ള ഒരു ജ്ഞാനം നമുക്ക് എന്താണ് തരുന്നത് എന്നുള്ളതാണ്. പലപ്പോഴും പല ആളുകളും ജസ്റ്റ് വളരെ ധൃതിയാണ് എല്ലാത്തിനും. നമ്മുടെ ജീവിതത്തിൽ ധൃതി പിടിച്ചതുകൊണ്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാര്യങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള സമയപരിധിയുണ്ട്. ആ സമയത്തിനുള്ളിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. ചില ആളുകൾ എന്താണ് സോൾ പർപ്പസ് എന്നുള്ളത് അറിയാനായിട്ട് ചിലപ്പോൾ റീഡിങ്സ് എടുക്കാറുണ്ട്. അപ്പോൾ സോൾ പർപ്പസ് അറിയാനായിട്ട് റീഡിങ്സ് എടുക്കുമ്പോൾ ചില ആളുകളുടെ കാര്യത്തിൽ അത് എളുപ്പമായിരിക്കും, വളരെ എളുപ്പമായിരിക്കും കണ്ടെത്താനായിട്ട്. അവരുടെ ലൈഫ് പർപ്പസ് എന്ന് പറയുന്നത് ചില പ്രത്യേക കാര്യങ്ങളായിരിക്കും. അത് പെട്ടെന്ന് ചെയ്യാവുന്ന കാര്യങ്ങളായിരിക്കും. ഫിസിക്കൽ വേൾഡിൽ ചെയ്തു തീർക്കേണ്ടുന്ന കാര്യങ്ങളാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ അത് പറഞ്ഞു കൊടുക്കാം. അതേസമയം സ്പിരിച്വലി കണക്റ്റഡ് ആവുന്ന നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലൈഫ് പർപ്പസ്, നിയോഗം എന്ന് പറയുന്നത് ഈ രണ്ടിടങ്ങളുടെ ഇടയിലായിട്ടുള്ളതാണ് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആത്മീയതയിലായിട്ട് കണക്ട് ചെയ്ത് മുന്നോട്ടേക്ക് പോകണം, പക്ഷെ നിങ്ങൾ ഇതുവരെ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒന്നും അറിയില്ല എങ്കിൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ചില ആളുകൾക്ക് ഇങ്ങനെയുള്ള വാക്കുകൾ മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ചുറ്റുപാടുകളും നിങ്ങളെ മുന്നോട്ടേക്ക് നയിക്കുന്ന വളർച്ചയാണ്. ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പാഠം പഠിപ്പിക്കുന്ന സമയമാണിപ്പോൾ. ഈ സമയത്ത് നമ്മൾ എപ്പോഴും നമ്മളുടെ ഒരു റിഫ്ലക്ഷൻ, അല്ലെങ്കിൽ നമ്മുടെ പ്രതിഫലനം എന്ന് പറയുന്നത്, നമ്മൾ പുറത്തെന്താണ് കാണുന്നത് എന്നുള്ളതിനനുസരിച്ചിട്ടാണ് നമ്മളുടെ പ്രതിഫലനത്തെ നമ്മൾ തന്നെ കാണുന്നത്. ഇപ്പം ഒരു വെള്ളത്തിൽ നോക്കിയാൽ നമ്മുടെ മുഖം കാണും. നമ്മുടെ ബാഹ്യമായിട്ടുള്ള ശരീരം ആണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. പക്ഷെ നമ്മുടെ ഉള്ളിൽ വളരെ ആഴത്തിൽ നമ്മളുടെ പ്രതിഫലനം ഉണ്ട്. ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നില്ല. എല്ലാ കാര്യങ്ങളും ഒരു മിറർ ആയിട്ടാണ് നമ്മളെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അതിൽ നിന്ന് നമുക്ക് ആ ഒരു റിഫ്ലക്ഷൻ നിന്ന് അത് പല രീതിയിൽ നമ്മുടെ പ്രതിഫലനം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വ്യക്തികളിൽ നിന്നാവാം. കൂടുതലായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ആനിമൽസ്, പ്ലാന്റ്സ്, ഇപ്പോൾ മരങ്ങള്, മൃഗങ്ങള്, ചെടികള്, ക്രിസ്റ്റൽസ്, എന്തും ഒരു എനർജി ആൻഡ് സ്പിരിറ്റ് ഹോൾഡ് ചെയ്യുന്ന എന്തോ ഒന്നിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ മറ്റുള്ളവരിൽ എന്തോ കാണുന്നത്, അതാണ് നമ്മളെക്കുറിച്ച് കാണുന്ന ഒരു റിഫ്ലക്ഷൻ. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരിൽ ചില കാര്യങ്ങൾ കാണുമ്പോൾ ഇപ്പോൾ പലരും പറയുന്ന ഒരു കാര്യമാണ്,
മറ്റുള്ളവരെ ഒരാൾ എങ്ങനെയാണോ കാണുന്നത് അത് അവരുടെ റിഫ്ലക്ഷൻ തന്നെയാണ്. കാരണം ഒരാൾക്ക് ഒരാളെ കുറിച്ചിട്ടുള്ള ചിന്താഗതി എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടാണ് അവർക്ക് മറ്റുള്ളവരെ കാണാൻ പറ്റുന്നു എന്നുള്ളതാണ്. അത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരിലേക്ക് നമ്മളൊരു വിരൽ ചൂണ്ടുമ്പോൾ ബാക്കിയുള്ള 3 വിരലുകൾ നമ്മളിലേക്കാണ് ചൂണ്ടുന്നത് എന്ന് നമ്മൾ പറയും. അപ്പോൾ ഇത് വളരെ ഡീപ്പായിട്ട് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അതായത് മറ്റുള്ളവരിലെ ആ ഒരു റിഫ്ലക്ഷൻ നമുക്കൊരു നല്ലൊരു അവസരമാണ് തരുന്നത് ടു ഹീൽ. പലപ്പോഴും ചില ആളുകൾ കുറച്ച് റൂഡായിരിക്കും, മറ്റുള്ളവരോട് ദേഷ്യപ്പെട്ടായിരിക്കും പെരുമാറുന്നത്, വളരെയധികം ഹാർഷായിട്ടുള്ള സംസാരിക്കും, വേദനിപ്പിക്കും. ഇതിനൊക്കെ ഒരു കാരണം എന്ന് വെച്ചാൽ അവരുടെ ഉള്ളിൽ മറ്റുള്ളവർ സ്നേഹിക്കപ്പെടാതെ കിടക്കുന്ന ഒരു കുട്ടി ഉണ്ടാവും. ചിലപ്പോൾ ബാല്യത്തിൽ അനുഭവിച്ചിട്ടുള്ള കാര്യമായിരിക്കും. മാതാപിതാക്കളോ സഹോദരങ്ങളോ മറ്റുള്ളവരോ അല്ലെങ്കിൽ സമൂഹമോ അവരെ അംഗീകരിച്ചിട്ടുണ്ടാവില്ല. സ്കൂളിലൊക്കെ ബുള്ളിയും കാര്യങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ അവരുടെ ഉള്ളിൽ സ്നേഹിക്കപ്പെടാതെ കിടക്കുന്ന ഒരു ഭാഗമുണ്ട്. അത് ഹീൽ ചെയ്യേണ്ടുന്ന അനിവാര്യതയുണ്ട്. അപ്പോൾ എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളെ ഫ്രീ ആക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ആരെങ്കിലുമൊക്കെ നിങ്ങളെ അടുത്തിടെയായിട്ട് ട്രബിൾ ചെയ്തിട്ടുണ്ടാവും, നിങ്ങളെ ദ്രോഹിച്ചിട്ടുണ്ടാവും പല രീതിയിൽ. അപ്പോൾ നിങ്ങൾ അവരെ ബ്ലെയിം ചെയ്യുകയാണ് ചെയ്യുന്നത്, അതായത് അവരിലേക്ക് അവരാണ് ഇതിന് കാരണം എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മൾ ബിലീവ് ചെയ്യുന്നത് നമ്മൾ അവരെക്കാളും മികച്ചതാണ് എന്നുള്ളതാണ്. മറ്റുള്ളവർ നമ്മളെക്കാൾ, അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക വ്യക്തി, നിങ്ങളെ ഉപദ്രവിച്ചിട്ടുള്ളതോ ദേഷ്യപ്പെടുത്തിയിട്ടുള്ളവരോ ആയിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളെക്കാൾ, അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയേക്കാൾ ഉയർന്നതാണ്. കാരണം നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നുള്ളത്. എന്തൊക്കെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതിനുള്ള ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ചില സമയങ്ങളിൽ ഒരിടത്ത് ഒറ്റയ്ക്ക് ഇരിക്കുകയും നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ, പലപ്പോഴും നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണെന്ന് ചിന്തിക്കുകയും എന്തൊക്കെയാണ് മറ്റുള്ളവരിൽ നിങ്ങൾ കാണുന്നത്, നിങ്ങളിൽ നിങ്ങൾക്ക് കാണാത്തത് മറ്റുള്ളവരിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എന്താണെന്ന് നിങ്ങൾ സ്വയം ചോദിക്കുക. നിങ്ങളുടെ ഉള്ളിലുള്ള ഏത് ഭാഗത്തെയാണ് നിങ്ങൾ ഒരിക്കലും സ്വീകരിക്കാത്തത്? അതേസമയം തന്നെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പല സൈൻസ് നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. അത് നിങ്ങളോട് പറയുന്നുണ്ടാവും, നിങ്ങൾ ടു കണക്ട് വിത്ത് യുവർ ഇന്നർ സെൽഫ്, നിങ്ങൾക്ക് ഹീലിംഗ് അനിവാര്യമാണ്. ആ ഒരു സാഹചര്യമാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം റോഡോനൈറ്റ് എന്നുള്ള ക്രിസ്റ്റൽ, അപ്പോൾ റോഡോനൈറ്റ് ക്രിസ്റ്റൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതായത് നിങ്ങളുടെ ഈ ഒരു സമയം നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഇന്നർ കേവ്, നമ്മുടെ ഏറ്റവും ഉള്ളിലുള്ള ആ ഒരു ഇന്നർ കേവ്, അത് നിങ്ങളുടെ സെൽഫ് വർത്താണ്. അതിനെ കൂടുതൽ ആഴത്തിൽ നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഈ ഒരു എനർജി. അപ്പോൾ ഇതിൻ്റെതായിട്ടുള്ള കുറച്ച് സെറിമണീസും കാര്യങ്ങളും ഉണ്ട്. നമ്പർ 1 ചൂസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഇന്നർ കേവിലേക്ക് പോയിട്ട് നിങ്ങൾ എന്താണ്, നിങ്ങളുടെ റിഫ്ലക്ഷൻ അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് വരുന്നത് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ഷെയ്മൻ മെസ്സേജസ് എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. ഇനി നമ്മൾ പൈൽ നമ്പർ 2ലേക്ക് കിടക്കും. സോ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് പൈൽ നമ്പർ 2 ആണ് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. സോ പൈൽ നമ്പർ 2 നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയാൻ, നിങ്ങൾ പൈൽ നമ്പർ 2 ആണ് ചൂസ്, അല്ലെങ്കിൽ കാർഡ് നമ്പർ 2 നിങ്ങൾക്കുള്ള ഷെയ്മൻ മെസ്സേജസ് എന്താണ് എന്ന് നോക്കിയാൽ ഇന്നർ വിസ്ഡം ആണ് വന്നിരിക്കുന്നത്. ഗയയാണ് മദർ എർത്ത്. സോ ആദ്യം തന്നെ പറയട്ടെ, നിങ്ങൾ പ്രകൃതിയുമായിട്ട് കൂടുതൽ കണക്ട് ചെയ്തിരിക്കാൻ ശ്രമിക്കുക. പലപ്പോഴും ഇപ്പോൾ നിങ്ങളൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്, എപ്പോഴും നിങ്ങൾ നല്ലൊരു ജോലിയിലാണ്, ഇപ്പോൾ യാത്ര പോകുന്നു, വൈകുന്നേരം പുറത്തിറങ്ങുന്നു, നേരെ കാറിൽ കയറി എവിടെയാണോ പോകുന്നത് പോയി തിരിച്ചു വരുന്നു. ഒരിക്കൽ പോലും നിങ്ങൾ കാല് ഭൂമിയിൽ, അതായത് മണ്ണിൽ ചവിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് നല്ല ജോലി, നല്ല വിദ്യാഭ്യാസം, നല്ല സാഹചര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ നിങ്ങൾ അസ്വസ്ഥരാണ്, നിങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റുന്നു, നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത്. നിങ്ങൾക്ക് ഇപ്പോഴത്തെ സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആ ഒരു വോയിസ് നിങ്ങളോട് പറയുകയാണ്, നൗ ഇറ്റ്സ് ടൈം ടു കണക്ട്.
ആ ഒരു പ്രപഞ്ച ശക്തിയെ, ആ ഒരു പ്രകൃതിയുമായിട്ട് കണക്ട് ചെയ്യാം. മറ്റുള്ളവരിലേക്ക് നിങ്ങളുടെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ സ്ട്രെസ്ഡ് ഔട്ട് ആവുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ടെൻഷൻ, ചില സാഹചര്യങ്ങൾ നിങ്ങൾ ചിലപ്പോൾ വർക്കിൽ പ്രഷേഴ്സ് ഉണ്ടാവില്ല, വീട്ടിൽ പ്രഷേഴ്സ് ഉണ്ടാവില്ല, പക്ഷെ നിങ്ങൾ എന്തൊക്കെയോ തേടുകയാണ്, നിങ്ങൾ എവിടെയൊക്കെയോ ശൂന്യത നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിൽ. അതേസമയം നിങ്ങൾക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു, ആ ലക്ഷ്യം നിങ്ങൾ നേടി, അല്ലെങ്കിൽ ഇനിയും ലക്ഷ്യങ്ങളുണ്ട്. അപ്പോൾ ലക്ഷ്യം പലപ്പോഴും ചിലപ്പോൾ ലക്ഷ്യങ്ങൾ നേടിക്കഴിയുമ്പോൾ പുതിയ ലക്ഷ്യമില്ലാണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ആളുകൾ ഒരു ശൂന്യത അനുഭവപ്പെടും. അതായത് കരിയർ ഓറിയന്റഡ് ആയിട്ടുള്ളത്, മുന്നോട്ടേക്ക് പോകാനൊരു ലൈഫ് പർപ്പസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ. അപ്പോൾ അവർക്ക് എപ്പോഴും ഒരു എന്തെങ്കിലുമൊക്കെ ഗോള് വേണം. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളിപ്പോൾ ഗോളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇതിനു മുമ്പ് നിങ്ങൾക്ക് അച്ചീവ്മെന്റ്സ് ഉണ്ടായിരുന്നു. ഇതൊക്കെ ഉണ്ടായിട്ടും നിങ്ങൾ ഒട്ടും ഹാപ്പി അല്ല. യു ആർ സ്റ്റക്ക് സംവെയർ, യു ഡോണ്ട് ഫീൽ യു ആർ എവിടെയും സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നില്ല, നിങ്ങൾ എയറിൽ നിൽക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചാൽ, നിങ്ങൾക്കുള്ള ഉത്തരം നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് പറയുമ്പോഴും എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചാൽ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മനസ്സിൽ വരുന്നത്. നിങ്ങളുടെ ഇൻഡ്യൂഷൻ, നിങ്ങൾ വളരെ ഇൻഡ്യൂട്ടീവ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരുന്നിരിക്കാം, ഇപ്പോഴുമാണ്. പക്ഷേ ഇപ്പോഴൊക്കെ നിങ്ങളുടെ ഇൻഡ്യൂഷൻ വളരെ കൺഫ്യൂസിങ് ആണ്. കാരണം നിങ്ങൾ എന്തെങ്കിലും ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻഡ്യൂഷനായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണത്. സ്വന്തം ഉള്ളിൽ ചോദിക്കുമ്പോൾ നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന ഉത്തരങ്ങൾ ഉള്ളിൽ നിന്ന് വരുന്നുണ്ടെങ്കിലും വളരെ ചാലഞ്ചിങ് ആണത്, വളരെയധികം ബുദ്ധിമുട്ടാണ് അതുമായിട്ട് കണക്ട് ചെയ്യാൻ. അപ്പോൾ ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടുന്ന ഒരു കാര്യം, ഒരു ടൈം ഷെഡ്യൂൾ ഉണ്ടാക്കുക. നിങ്ങൾ എത്ര തിരക്കുള്ള ആളാണെങ്കിലും എന്തൊക്കെയാണ് എന്ന് പറഞ്ഞാലും ഒരു പെർഫെക്റ്റ് എൻവയോൺമെന്റ് നിങ്ങൾക്ക് ചുറ്റും സൃഷ്ടിക്കുക. അതേപോലെ തന്നെ ഭൂമിദേവി, ഗയ എന്ന് പറയുന്നത് മറ്റ് കൾച്ചറിൽ പറയുന്നതാണ്, ഭൂമിദേവി എന്ന് നമ്മൾ പറയും. നോർത്ത് അമേരിക്കൻ അല്ലെങ്കിൽ ഏഷ്യൻ നോർത്ത് അമേരിക്കൻ കൾച്ചേഴ്സിലൊക്കെ ഭൂമിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു സ്ഥാനമുണ്ട്. സോ കണക്റ്റിംഗ് ഡീപ്ലി വിത്ത് എർത്ത് എനർജിയായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ ഒരു വിസ്തായിട്ട് നിങ്ങളെ കണക്ട് ചെയ്യാനായിട്ട് അത് സഹായിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സായിട്ട്, നമ്മളുടെ മരിച്ചു പോയിട്ടുള്ള നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സായിട്ട് നിങ്ങളെ കണക്ട് ചെയ്യാനായിട്ടും അത് സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ എല്ലാവരും പറയുമല്ലോ, എല്ലാവരും മനുഷ്യരായിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ എവിടെയൊക്കെ ജീവിച്ചാലും മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒരിടത്തേക്കാണ് പോകുന്നത് എന്ന് പറയും. അത് വളരെ ഒരു ഫിലോസഫിക്കലായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നിരുന്നാലും പണക്കാരനായാലും പാവപ്പെട്ടവനായാലും ആരായാലും എന്തായാലും ദൂരെ മാറിക്കിടക്കുന്ന, അല്ലെങ്കിൽ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് കൊണ്ടോ പല കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ മാറ്റി നിർത്തുന്നോ അല്ലെങ്കിൽ മാറി നിൽക്കുന്നതോ ആയിട്ടുള്ള ആളുകൾ മരിച്ചു കഴിയുമ്പോൾ എല്ലാവരും ഒരേ മണ്ണിൽ തന്നെയാണ് വിശ്രമിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ ആ എർത്ത് ആയിട്ട് കണക്ട് ചെയ്യാൻ, നിങ്ങളുടെ സോള് ആഗ്രഹിക്കുന്നത് ആ ഭൂമിയായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആ പ്രപഞ്ച ശക്തിയായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഒരു മമത, സ്നേഹം, നിങ്ങൾക്ക് മമതയും സ്നേഹവും നിങ്ങളെ താങ്ങി നിർത്തുന്നതായിട്ടുള്ള ആ ഒരു പ്രപഞ്ച ശക്തിയെ തിരിച്ചും നിങ്ങൾ പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നമ്മളെ ഓരോ സ്റ്റെപ്സിലും താങ്ങി നിൽക്കുന്ന, നമ്മൾക്ക് വേണ്ട ഭക്ഷണവും വെള്ളവും എല്ലാം തരുന്ന ഭൂമിദേവിയെ നമ്മളും തിരിച്ച് ആ ഒരു റെസ്പെക്റ്റോട് കൂടിയിട്ട് നോക്കിക്കാണുക എന്നുള്ളതാണ്. ഇത് സൂചിപ്പിക്കുന്നത് ഗയ ഓഫേഴ്സ് ഒരു ഹീലിംഗ് വൈബ്രേഷൻ തരുന്നുണ്ട്. കണക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? പല രീതിയിൽ ചെയ്യാം. നേച്ചർ എന്നുള്ള രീതിയിൽ നേച്ചർ വോക്ക് നടത്താം. നിങ്ങൾക്ക് പറ്റുന്നുണ്ട്, നിങ്ങൾ അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് ജീവിക്കുന്നത് എങ്കിൽ. അല്ല എങ്കിൽ നിങ്ങൾക്കൊരു ഗാർഡൻ ഉണ്ടാക്കാം. നിങ്ങൾ വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ മണ്ണിൽ നടക്കുക, നല്ല വൃത്തിയുള്ള രീതിയിൽ മണ്ണ് അല്ലെങ്കിൽ അതുപോലെയുള്ള തകിടികൾ ഉണ്ടാക്കിയിട്ട് അതിലെ നടക്കാവുന്നതാണ്. പ്ലാസ്റ്റിക്കിന്റെ പുല്ലുകളല്ല പറയുന്നത്, ശരിയായിട്ടുള്ള ഇതാണ്. മണ്ണിലൂടെ കാലില് നിങ്ങളുടെ വീട്ടില് പുറത്തെല്ലായിടത്തും എന്നുള്ള രീതിയിലല്ല, മണ്ണിലൂടെ നടക്കുക എന്നുള്ളത്. ഇനി ഹിന്ദുസ് ആയിട്ടുള്ളവരാണെങ്കിൽ ഒരു കാര്യം ചെയ്യാവുന്നത് ക്ഷേത്രത്തിൽ പോവുക. ക്ഷേത്രത്തിൽ പോകുമ്പോൾ എന്തായാലും മണ്ണിൽ ചവിട്ടി വേണം നടക്കാൻ. പ്രദക്ഷിണങ്ങൾ വയ്ക്കുക. കാരണം അപ്പോൾ നമ്മൾ ചുറ്റിനും പുറത്തുകൂടിയാണ് പ്രദക്ഷിണം, അവിടെ മണ്ണാണ്. ആ മണ്ണിൽ ചവിട്ടിയാണ് നിങ്ങൾ പ്രദക്ഷിണങ്ങൾ വയ്ക്കുന്നത്. അടിപ്രദക്ഷിണങ്ങൾ വയ്ക്കുന്നത് വളരെ പ്രയോജനം ചെയ്യും. ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാനും പറ്റും. റിലീജിയസ്ലി, സ്പിരിച്വലി ഒക്കെ നിങ്ങൾ കണക്റ്റഡ് ആവുന്നുണ്ട്.
അല്ലാത്തവർ സ്വന്തം മണ്ണിൽ ചവിട്ടി നടക്കേണ്ട അനിവാര്യതയാണ്. പ്രകൃതിയായിട്ട് കണക്ട് ചെയ്യുക. ഇതൊക്കെ ചെയ്യുന്നതിലൂടെ നിങ്ങൾ ഒരു ദിവസം കൊണ്ടൊന്നും മാറ്റം ഉണ്ടാവില്ല. പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഒരു ദിവസം തുടങ്ങി നിങ്ങൾ അക്ഷമരാവുക എന്നുള്ളൊരു കാര്യം. നമ്മൾ ഭൂമി എന്ന് പറയുന്നത് ക്ഷമയാണ് എന്ന് പറയും. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഫാമിലി, ആ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഫാമിലിയിലുള്ളവർക്കാണെങ്കിൽ എഴുന്നേൽക്കുന്നതിന് തൊട്ട് മുമ്പ് ഭൂമി ദേവിയെ തൊട്ട് വണങ്ങിയിട്ട് വേണം കാല് നിലത്ത് വയ്ക്കാനെന്ന് തന്നെ പറയും. കാരണം ഭൂമി ക്ഷമയാണ്. നമ്മൾക്ക് ആദ്യം തന്നെ ഈ ഭൂമിയിൽ ജീവിക്കുന്നതാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കെല്ലാം തരുന്നത് ഭൂമിയാണ് എന്നുള്ള സങ്കല്പം. ആ ഒരു രീതിയിൽ ഭൂമിദേവിയെ തൊട്ട് വണങ്ങുക എന്നുള്ളൊരു ഇത് കൂടിയുണ്ട്. അത് നിങ്ങൾ ശീലമാക്കുന്നതും നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. അതേപോലെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക. അതോടൊപ്പം തന്നെ അക്ഷമരാവാതിരിക്കുക. ക്ഷമ വളരെ അനിവാര്യമാണ്. എല്ലാം എന്തോ നമ്മൾ പറയും വഴിപാട് കഴിക്കുന്നത്, പ്രതിഫലത്തിന് വേണ്ടി മാത്രം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ആ ചെയ്യുന്ന കാര്യങ്ങൾ ആസ്വദിച്ച് ചെയ്യുക. ഒരു റിച്വൽസ് ഒക്കെ ചില ആളുകൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇന്ന കാര്യം ചെയ്യണം എന്ന് പറയും, ക്ഷേത്രത്തിൽ വഴിപാട്, അത് വേഗം ചെയ്യും. കാരണം ആ ആഗ്രഹിച്ച കാര്യം നേടാൻ. അല്ലാണ്ട് ചെയ്യുന്ന വഴിപാടിൽ ചിന്തയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിൽ ശ്രദ്ധിച്ചിട്ട് അത് ആസ്വദിച്ച് ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്യുന്നതും വളരെ പ്രധാനമാണ് എന്നുള്ളത് കൂടിയിട്ട് പറയാണ്. ഇത്രയാണ് പറയാനുണ്ടായത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി നമ്മളെ ഫയൽ നമ്പർ 3യിലേക്ക് കടക്കാം. സോ ഫയൽ നമ്പർ 3 ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്കുള്ള മെസ്സേജ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്പർ 3, ഫയൽ നമ്പർ 3 ചലഞ്ച് ആണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കുള്ളൊരു മെസ്സേജ് എന്ന് പറയുന്നത് അവയർനെസ് ആണ്. നിങ്ങളിപ്പോൾ കറന്റ്ലി ഒരു ചലഞ്ചിലൂടെയാണ് ഒരുപക്ഷെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു ചലഞ്ചിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് ഒരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും പല ആളുകളും അത് വളരെ ചലഞ്ചിങ് ആണ്, അതൊരു നെഗറ്റീവ് ആസ്പെക്റ്റോട് കൂടിയാണ് പറയുന്നത്. അതായത് തടസ്സമായിട്ടാണ് നമ്മൾ പലരും കാണുന്നത് ചലഞ്ചിനെ. അതൊരു തടസ്സമായിട്ട് കാണാതെ, അതിനെ ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസ് ആയിട്ട് കാണാതെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അവസരമായിട്ട് കാണാൻ. നമ്മൾ പറയില്ലേ നോ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നതിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് പറയും. പലരും കേട്ടിട്ടുണ്ടാവും അത്. അതായത് അവസരം ഇല്ല എന്നുള്ള നോ ഓപ്പർച്യൂണിറ്റി എന്ന ആ വാക്കിൽ തന്നെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ അവസരം കണ്ടെത്തുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. പേഴ്സണൽ ഗ്രോത്തിനും മാറ്റങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾക്ക് നല്ല ഒരു പോസിറ്റിവിറ്റി തരുന്ന കാര്യമാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ മാറ്റങ്ങൾ നെഗറ്റീവായിട്ട് കാണുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ചിലപ്പോൾ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ജോലി നഷ്ടപ്പെടുന്നു, അത് തീർച്ചയായിട്ടും അത് നെഗറ്റീവ് ആണല്ലോ. നിങ്ങൾ എന്താണ് പറയുന്നത്? ഒരാളുടെ ജോലി നഷ്ടപ്പെട്ട് നെഗറ്റീവ് ആയിരിക്കില്ലേ? അല്ല. കാരണം ഒരാൾക്കൊരു ജോലി അപ്രതീക്ഷിതമായിട്ട്, പ്രത്യേകിച്ച് അപ്രതീക്ഷിതമായിട്ടാണ് നഷ്ടപ്പെടുന്നത് എങ്കിൽ ആ വ്യക്തി ആ ജോലിയിൽ തുടരേണ്ടതല്ല. പക്ഷേ നമ്മളുടെ ഉള്ളിലുള്ള ആത്മവിശ്വാസക്കുറവും കൊണ്ട് നമ്മൾ അതിൽ നിന്ന് പുറത്തു കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ സ്വയം വിശ്വസിക്കുന്നില്ല നമ്മൾക്ക് അതിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റുമെന്നുള്ളത്. നമ്മൾ അതിൽ തന്നെ കടിച്ചു തൂങ്ങി കിടക്കുകയാണ്. നമ്മൾ അതിൽ നിന്ന് പുറത്തേക്ക് പോവുക, നമ്മൾ ശ്രമിക്കുക, നമ്മൾ സ്വയം വിശ്വസിക്കുക, ഇതൊന്നും നമ്മൾ ചെയ്യുന്നില്ല. അത് വളരെ ചാലഞ്ചിങ് ആണ്. അതുകൊണ്ട് ആ പരിപാടിക്ക് ഞാനില്ല എന്നുള്ള രീതിയിലാണ് പലരും ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്രപഞ്ചശക്തി ഇടപെട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ആ ഒരു പ്രവൃത്തി ചെയ്യാണ്. അതൊരു മാറ്റമാണ്, അത് ചേഞ്ചാണ്, അത് അനിവാര്യമാണ്. ആ ജോലി നഷ്ടപ്പെട്ടാൽ മാത്രമാണ് നമ്മൾ പറയും പലപ്പോഴും പല രാജ്യക്കാരെ ഇപ്പോൾ തമാശക്കായിട്ട് പറഞ്ഞ വേറെ പല രാജ്യക്കാരും പല കാര്യങ്ങളും കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം വേറെ ഒരു വഴിയില്ല എങ്കിൽ മാത്രമേ കാര്യങ്ങൾ ചെയ്യൂ എന്നുള്ളതാണ്. അതായത് അത്രയ്ക്ക് ഒരു വേറെ വഴിയില്ല എന്ന് വരുമ്പോൾ അവരൊക്കെ ചെയ്തതിനേക്കാൾ നന്നായിട്ട് ചെയ്യും. പക്ഷെ അതുവരെ ആ ഒരു രീതിയാണ് കാണിക്കുന്നത്. അപ്പൊ അതുപോലെയാണ് ഇവിടെ പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ജോലി നഷ്ടപ്പെട്ടു എന്ന് പറയാൻ നെഗറ്റീവ്, കാരണം ആ ഒരു സാഹചര്യം മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിൽ നിന്ന് പുതിയൊരു ജോലിയിലേക്ക് എത്തുന്നത് വരെയുള്ള സാഹചര്യം നമ്മൾക്ക് ആദ്യം നഷ്ടപ്പെടുന്നതാണ്. ജോലി നഷ്ടപ്പെടുമ്പോൾ ആത്മവിശ്വാസമാണ്. അതോടൊപ്പം തന്നെ ഫിനാൻഷ്യൽ പറയാൻ എളുപ്പമാണ് എന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. ഫിനാൻഷ്യൽ ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാവും. കുറച്ച് സിറ്റുവേഷൻസിലൂടെ നമ്മൾ കടന്നു പോകുന്നു. പലരും ചിന്തിക്കുന്നതും പറയുന്നതും എന്തുകൊണ്ടാണ് ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നത്, അത് നെഗറ്റീവാണ്, പാഠമാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ജീവിതത്തിലുള്ള സങ്കടകരമായിട്ടുള്ള അനുഭവങ്ങൾ, എക്സ്പീരിയൻസസ് ഒരു പാഠമാണ്. നല്ല നല്ല കാര്യങ്ങൾ അച്ചീവ്മെന്റ് ആയിട്ട് നമ്മൾക്ക് കരുതാമെന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ പറയാനുള്ളതെന്ന് വെച്ചാൽ ചലഞ്ചസ് ഒരിക്കലും നെഗറ്റീവ് അല്ല, അത് മനസ്സിലാക്കുക. ചേഞ്ച് ജീവിതത്തിൽ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നു.
അതേപോലെ തന്നെ ചലഞ്ചസ് സൂചിപ്പിക്കുന്നത് ബൗണ്ടറീസ് ആണ്. എവിടെ നിൽക്കണം, എവിടെ മുന്നോട്ടേക്ക് പോകണം, എങ്ങനെയാണ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ പല കാര്യങ്ങളും നമ്മൾ പഠിപ്പിക്കുന്നത് മുന്നിൽ വരുന്ന ചലഞ്ചസും തടസ്സങ്ങളും ഒക്കെ ആയിരിക്കും. ജീവിതത്തിൽ ഒരു ചലഞ്ചും ഇല്ല എങ്കിൽ ഒരിക്കലും ഒരു വളർച്ച ഉണ്ടാവില്ല. മുന്നോട്ടേക്ക് വളരണമെങ്കിൽ ചലഞ്ചസ് ഉണ്ടാവണം. പ്രഷറൊക്കെ ലൈഫിൽ ഉണ്ടെങ്കിൽ അതിനെ അതിജീവിക്കാൻ പഠിക്കുക. ടെൻഷൻ അടിച്ച് തീർക്കല്ല വേണ്ടത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ആരെങ്കിലും നിങ്ങളെ ചലഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സാഹചര്യമായിരിക്കാം, ഒരു വ്യക്തിയായിരിക്കാം. അതേപോലെ തന്നെ ഈ ഒരു ചലഞ്ച് നിങ്ങളുടെ ലൈഫിൽ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ നമ്മൾ എന്താണ് ചെയ്തത്, അത് ശ്രദ്ധിക്കുന്നില്ല, അത് മാറ്റിവെക്കുകയാണ്. ഇതിനു മുമ്പും സംഭവിച്ചപ്പോഴും നിങ്ങൾ ഇത് തന്നെ ചെയ്തു. ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് ഈ ഒരു ചാലഞ്ചിനെ നിങ്ങൾ നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലാണോ കാണുന്നത്? നെഗറ്റീവായിട്ട് കാണുന്നത് കൊണ്ടാണല്ലോ നിങ്ങൾ അതിനെ മാറ്റിവെക്കുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ ചലഞ്ചിനെ നിങ്ങൾ ഫൈറ്റ് ചെയ്യുകയാണോ ചെയ്യുന്നത്? എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ സ്വയം ചിന്തിക്കുക. ഇപ്പോൾ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ മുമ്പിൽ എങ്കിൽ ഒരു ഓപ്പൺ മൈൻഡോട് കൂടിയിട്ട് നിങ്ങൾ ഇതിനെ സ്വീകരിക്കുക. ഇത് നിങ്ങളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങളെക്കുറിച്ച് പലതും. അതായത് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാൻ ശ്രമിക്കുകയാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് പഠിക്കാൻ പറ്റുന്നത് എന്നുള്ളത്. ഈ ചലഞ്ച് നിങ്ങൾ എന്താണ് കാണിക്കുന്നത്? വ്യത്യസ്തമായിട്ട് ഏതൊരു കാര്യത്തിൽ മുന്നോട്ടേക്ക് പോകാനാണ് ഇത് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഈ ഒരു എനർജി ഓഫ് ചലഞ്ചാണ് നിങ്ങൾ ലൈഫിൽ ഏറ്റെടുക്കേണ്ടുന്ന ഒരു കാര്യം എന്നുള്ളതാണ്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ ഇതുവരെ നിങ്ങൾക്ക് ആ പാഠം എന്താണെന്ന് മനസ്സിലായിട്ടില്ല എങ്കിൽ നിങ്ങൾ ആ ചലഞ്ചിനെ വഴിതിരിച്ച് വിടുകയാണെങ്കിൽ അത് ഇനിയും വീണ്ടും വലിയൊരു ചലഞ്ചായിട്ട് പിന്നീട് നിങ്ങളുടെ ലൈഫിലേക്ക് വരും. അപ്പോൾ ആദ്യമായിട്ട് ചെറിയ ചലഞ്ചസ് ആയിരിക്കും വന്നത്. അപ്പോൾ നമ്മൾ അതിനെ അതിജീവിച്ചാൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് വലിയ വലിയ ചലഞ്ചസ് വരുമ്പോൾ അതിനെങ്ങനെ അതിജീവിക്കണമെന്ന് മനസ്സിലാകും. ചലഞ്ചസിനെ അതിജീവിച്ചാൽ മാത്രമാണ് ജീവിതത്തിൽ ഒരിക്കലും വളർച്ച ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ അവസരങ്ങളോ അല്ലെങ്കിൽ ചലഞ്ചസോ ഒക്കെ വരുമ്പോൾ നിങ്ങൾ അവസരങ്ങൾ വരുമ്പോൾ ഓടിപ്പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അവസരം വരുമ്പോൾ ഇത് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതൊക്കെ വരുമ്പോൾ നിങ്ങൾ ഓടിപ്പോകുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് നിർത്തുക, എംബ്രേസ് ചെയ്യും, അതിനെ ചേർത്ത് നിർത്തുക നിങ്ങളോട് തന്നെ. അത് വലിയൊരു സ്ട്രെങ്ത് ആണെന്ന് മനസ്സിലാക്കുക. ഗ്രോത്ത്, വളർച്ച ജീവിതത്തിൽ ഒരിക്കലും എളുപ്പമായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അത് വളർച്ചയിലേക്ക് പോകുമ്പോൾ ചില ചെറിയ ചെറിയ വേദനകളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു സങ്കടങ്ങൾ നിങ്ങൾ മുകളിലേക്ക് എത്തിക്കഴിയുമ്പോൾ അതിനേക്ക് അതിജീവിച്ചതിന്റെ ഒരു സംതൃപ്തി നിങ്ങൾക്കുണ്ടാകും എന്നുള്ളതാണ്. സറണ്ടർ, ഇത് ആ ഒരു പ്രപഞ്ചശക്തിക്ക് സറണ്ടർ ചെയ്യാം. ഈ ഒരു സമയത്ത് നിങ്ങൾ കംഫർട്ടബിൾ ആയിരിക്കില്ല. ഒരിക്കലും ചലഞ്ചസ് കംഫർട്ടബിൾ ആയിരിക്കില്ല. അത് കംഫർട്ടബിൾ ആണ് എങ്കിൽ അതിന്റെ ഗ്രോത്ത് വളരെ കുറവായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു സമയം നിങ്ങളുടെ ചലഞ്ചിനെ അക്സെപ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. ഈ ഒരു ഒരു ക്രിയേറ്റിവിറ്റി നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരിക, ഒരു സ്പിരിച്വൽ അവയർനെസ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് കൂടിയിട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്. നമ്മൾ പലപ്പോഴും നമ്മളുടെ എനർജി ഓഫ് എൻലൈറ്റ്മെന്റ് കൂടിയിട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്. ലൈഫിൽ ബാലൻസ് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ ബാലൻസ് ലൈഫിലേക്ക് കൊണ്ടുവരാം. പല ചാലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസിനെ നിങ്ങൾക്ക് അതിജീവിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഇതിവിടെ നിങ്ങൾക്ക് തരുന്ന മെസ്സേജ്. ഓക്കെ, അപ്പോൾ ഈ ഒരു മെസ്സേജ് നിങ്ങൾ പലപ്പോഴും അക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് ഈ ഒരു ചലഞ്ച് നിങ്ങളുടെ ജീവിതത്തിലെ മുന്നേറ്റമാണ്. ഇപ്പോൾ ഇത് പറയുമ്പോൾ എനിക്കറിയുന്ന കേൾക്കുന്നതിൽ പല ആളുകളും ഇത് ഇപ്പോൾ നമ്മൾ വീഡിയോസ് ചെയ്യുന്നത്, അതായത് യൂട്യൂബ് ചാനൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ജനറൽ ആയിട്ടുള്ള റീഡിംഗ് ആണെങ്കിൽ കൂടിയും പലരുടെയും ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. അവർക്ക് സഹായകരമായി നിങ്ങൾക്ക് ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന എങ്ങനെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാം എന്നുള്ള രീതിയിൽ ഒരു സഹായം എന്നുള്ള രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കി അതിനനുസരിച്ച് മുന്നോട്ടേക്ക് പോയാൽ നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആവുന്നുണ്ട്. ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ നിങ്ങളെ സഹായിക്കുകയാണ്. അപ്പോൾ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യുക, ചലഞ്ച് എൻജോയ് ചെയ്യുക. ജീവിതത്തിൽ പുതിയ പുതിയ ചലഞ്ചസ്, പല രീതിയിലുള്ളത് ചലഞ്ചസ് ആയിരിക്കും. അതിനെ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ ലൈഫ് ഉയരത്തിലേക്കാണ് എത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്ന മെസ്സേജസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു.